Set A 1, 2, 3, 4, set B 3, 4, 5, 6, set C 5, 6, 7, 8, set D 7, 8, 9, 10. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ യൂണിയൻ ബി, ബി യൂണിയൻ സി, സി യൂണിയൻ ഡി, എ യൂണിയൻ ഡി. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷൻ സി, സി ഇൻ്റർസെക്ഷൻ ഡി ആൻഡ് എ ഇൻ്റർസെക്ഷൻ ഡി. ഇവിടെ എ യൂണിയൻ ബി കാണാൻ ഈ സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും മൊത്തം എലമെൻസും അതുകൂടി ചേർന്നതാണ് എ യൂണിയൻ ബി. അതായത് സെറ്റ് എയിലെ 1, 2, 3, 4ഉം ബിയിലെ 3, 4, 5, 6ഉം. ഇതിൽ രണ്ടിലും 3, 4 കോമൺ ആയതുകൊണ്ട് അത് ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. എ യൂണിയൻ ബി കണ്ടു കഴിഞ്ഞാൽ ഇനി സി യൂണിയൻ ഡി. സി യൂണിയൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 7, 8. സെറ്റ് സിയിലെ എലമെൻസ് ആണ് 5, 6, 7, 8. അതേപോലെ സെറ്റ് ഡിയിലെ എലമെൻസ് 7, 8, 9, 10. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലുള്ളതാണ് സി യൂണിയൻ ഡി. സി യൂണിയൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10. ഇതാണ് സി യൂണിയൻ ഡി വരിക. അതുപോലെ ബി യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് ബിയിലെയും സെറ്റ് സിയിലെയും എലമെൻസ്. സെറ്റ് ബിയിലത് 3, 4, 5, 6, സിയിലത് 5, 6, 7, 8. അപ്പോൾ ബി യൂണിയൻ സി എന്ന് പറയുന്നത് 3, 4, 5, 6, 7, 8 ആയിരിക്കും. 5, 6 ഒരു പ്രാവശ്യം എടുത്താൽ മതി, കാരണം രണ്ടിലും കോമൺ ആണ്. അതുകൊണ്ട് 3, 4, 5, 6, 7, 8 ഇതാണ് ബി യൂണിയൻ സി വരിക. ഇനി എ യൂണിയൻ ഡി എന്ന് പറയുന്നത് സെറ്റ് എയിലെ 1, 2, 3, 4ഉം ഡിയിലെ 7, 8, 9, 10ഉം കൂടി ചേർന്നതാണ്. അതായത് എ യൂണിയൻ ഡി എന്ന് പറയുന്നത് 1, 2, 3, 4, 7, 8, 9, 10. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ചേർന്ന സെറ്റുകളെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതായത് സെറ്റ് എയിലെ 1, 2, 3, 4, സെറ്റ് ബിയിലെ 3, 4, 5, 6 ഇതിൽ കോമൺ ആയിട്ട് വരുന്ന 3, 4. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 3, 4 എന്നായിരിക്കും. ബി ഇൻ്റർസെക്ഷൻ സി അതുപോലെ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 5, 6 ചേർന്ന സെറ്റായിരിക്കും. അതുപോലെ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 7, 8 ആയതുകൊണ്ട് സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് സെറ്റ് 7, 8 ആയിരിക്കും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെൻസും ഇല്ല. അപ്പോൾ അതൊരു നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിൽ ഒരു എലമെൻസും ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് യൂണിയനും പഠിച്ചു, അതുപോലെ ഇൻ്റർസെക്ഷനും പഠിച്ചു. ഇനി അടുത്ത സെറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം.